വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രി PSC എക്സാം സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാട്ടമി ഓഫ് ഐബാൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ 4 പാർട്ടുകൾ കഴിഞ്ഞു. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മളിന്ന് അതിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയാമീറ്റർ ഓഫ് മാക്യുല ല്യൂട്ടിയ. മാക്യുല ല്യൂട്ടിയൻ്റെ ഡയാമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 5.5 മില്ലിമീറ്റർ. 5.5 മില്ലിമീറ്റർ ആണ് മാക്യുല ല്യൂട്ടിയയുടെ ഡയമീറ്റർ. ഈ മാക്യുലയുടെ ഉള്ളിലായിരുന്നു യെല്ലോ സ്പോട്ട് എന്നറിയപ്പെടുന്ന ഗ്രേറ്റസ്റ്റ് വിഷ്വൽ അക്യൂട്ടി കാണുന്ന ഫോവിയ സെൻട്രാലിസ് കാണപ്പെടുന്നത്. ഇത് മുമ്പ് ക്വസ്റ്റ്യൻസിൽ വന്ന കാര്യമാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. ഈ ഫോവിയ സെൻട്രാലിസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 മില്ലിമീറ്റർ ആണ്. 1.5 മില്ലിമീറ്റർ. ഈ ഫോവിയ സെൻട്രാലിസിൻ്റെ ഉള്ളിലായിട്ടാണ് ഫോവിയോള കാണപ്പെടുന്നത്. ഫോവിയോളയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.35 മില്ലിമീറ്റർ ആണ്. 0.35 മില്ലിമീറ്റർ ആണ്. ഉള്ളിലോട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് വരുന്തോറും ഡയമീറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഡയമീറ്റർ ഓഫ് മാക്യുല ല്യൂട്ടിയ 5.5 മില്ലിമീറ്റർ, ഫോവിയ സെൻട്രാലിസ് 1.5 മില്ലിമീറ്റർ, ഫോവിയോള 0.35 മില്ലിമീറ്റർ. ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് റെറ്റിന കൺസിസ്റ്റ് ഓഫ്. റെറ്റിനയുടെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ലെയേഴ്സാണ് വരുന്നത്? 10 ലെയേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും തിയറി എക്സാമിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് പഠിച്ച കാര്യങ്ങളായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ പറയാം, ഓർമ്മയില്ലാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് ലെയർ റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം, സെക്കൻഡ് ലെയർ ഓഫ് റോഡ്സ് ആൻഡ് കോൺസ്, തേർഡ് ലെയർ എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ, ഫോർത്ത് ലെയർ ഔട്ടർ ന്യൂക്ലിയർ ലെയർ, ഫിഫ്ത്ത് ഔട്ടർ പ്ലെക്സിഫോം ലെയർ അല്ലെങ്കിൽ ഔട്ടർ മോളിക്കുലാർ ലെയർ, സിക്സ്ത് ലെയർ ഇന്നർ ന്യൂക്ലിയർ ലെയർ, സെവൻത്ത് ലെയർ ഇന്നർ മോളിക്കുലാർ അല്ലെങ്കിൽ ഇന്നർ പ്ലെക്സിഫോം ലെയർ, എയ്ത്ത് ലെയർ ഗാംഗ്ലിയോൺ സെൽ ലെയർ, നയൻത്ത് നെർവ് ഫൈബർ ലെയർ, ലാസ്റ്റ് 10th ലെയർ ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ. ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് വെക്കുക, അല്ല അത് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം ഈസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് റെറ്റിന. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ഡാഷ് സെൽസ്. അപ്പോൾ റെറ്റിനയുടെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ആണ് റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം. ഇതിൽ സിംഗിൾ ലെയർ ഓഫ് ഹെക്സഗണൽ ഷേപ്പ്ഡ് സെൽസ് ആണ് കാണപ്പെടുന്നത്. സിംഗിൾ ലെയർ ഓഫ് ഹെക്സഗണൽ ഷേപ്പ്ഡ് സെൽസ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂറോ സെൻസറി റെറ്റിന കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ലെയേഴ്സ്? ആൻസർ ഈസ് 9 ലെയേഴ്സ്. എന്താണ് ഈ ന്യൂറോ സെൻസറി റെറ്റിന? നമ്മുടെ റെറ്റിനയ്ക്ക് 10 ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലാണ് ഫസ്റ്റ് ലെയർ റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം, ഔട്ടർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം ഒഴിച്ച് ബാക്കിയുള്ള 9 ലെയേഴ്സിനെയും കൂടി പറയുന്നതാണ് ന്യൂറോ സെൻസറി റെറ്റിന എന്ന്. ഈ ന്യൂറോ സെൻസറി റെറ്റിനയും നമ്മുടെ റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയവും ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ സ്പേസ് ഉണ്ട്. അതിനെയാണ് സബ് റെറ്റിനൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് റെറ്റിനൽ സ്പേസ് എന്ന് പറയുന്നത് റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയവും സെൻസറി റെറ്റിനയും അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ സ്പേസ് ആണ്. ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ന്യൂറോ സെൻസറി റെറ്റിനയിൽ നിന്നും ഈ റെറ്റിനൽ പിഗ്മെൻറ്റഡ് എപ്പിത്തീലിയം സെപ്പറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് അവിടെ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും. അതാണ് സബ് റെറ്റിനൽ ഫ്ലൂയിഡ്. അതായത് ന്യൂറോ സെൻസറി റെറ്റിനേൻ്റെയും അതുപോലെ RPEൻ്റെയും ഇടയിലുള്ള സ്പേസ് ആണല്ലോ സബ് റെറ്റിനൽ സ്പേസ്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ സമയത്ത് ഇതെന്ത് ചെയ്തു പോകും? ഈ RPE ന്യൂറോ സെൻസറി റെറ്റിനിൽ നിന്നും നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ എന്ത് വരും? അവിടെ ഒരു ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും ആ സബ് റെറ്റിനൽ സ്പേസിൽ. അതിനെയാണ് സബ് റെറ്റിനൽ ഫ്ലൂയിഡ് എന്ന് പറയാം. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, എലിപ്സോയിഡ് ആൻഡ് മയോയിഡ് ആർ ദി 2 റീജിയൻസ് ഓഫ് ഇന്നർ സെഗ്മെൻറ്റ് ഓഫ് റോഡ്സ്. റോഡ് സെൽസിൻ്റെ ഇന്നർ സെഗ്മെൻറ്റിലുള്ള 2 റീജിയൻസ് ആണ് എലിപ്സോയിഡും മയോയിഡും. നമ്മുടെ കണ്ണിലെ 2 ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് റോഡ്സും കോൺസും. റോഡ്സ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഔട്ടർ സെഗ്മെൻറ്റും ഉണ്ട്, ഇന്നർ സെഗ്മെൻറ്റും ഉണ്ട്. ഔട്ടർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണ്. ഇന്നർ സെഗ്മെൻറ്റിലാണ് ഈ എലിപ്സോയിഡും അതുപോലെ മയോയിഡും ഒക്കെ കാണപ്പെടുന്നത്. ഇതിൽ എലിപ്സോയിഡിൻ്റെ ഉള്ളിൽ ഒരുപാട് അബണ്ടൻറ്റ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നുണ്ട്. മൈറ്റോകോൺട്രിയ ഒരുപാട് കാണപ്പെടുന്നത് എലിപ്സോയിഡിലാണ്. ആൻഡ് മയോയിഡിൽ എന്താണ്? വേറെയുള്ള ഓർഗനൽസും അതുപോലെ ഗ്ലൈക്കോജനും ഒക്കെ മയോയിഡിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ റോഡ്സിൻ്റെ ഔട്ടർ സെഗ്മെൻറ്റ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്ഡാണെന്നാണ് പറഞ്ഞത്. എന്നാൽ കോൺ സെൽസിൻ്റെ ഔട്ടർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഷേപ്പാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, റെറ്റിനൽ ലെയർ വിച്ച് ഈസ് ക്ലോസ് ടു വിട്രിയസ് ബോഡി. ആൻസർ ഈസ് ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ.
ഏറ്റവും ഇന്നർമോസ്റ്റ് ഉള്ള ലെയർ ഏതാണ്? ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ അല്ലേ. അപ്പോൾ അതായിരിക്കും വിട്രസ് ബോഡിയോട് ക്ലോസ് ആയിട്ട് കിടക്കുന്നത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഉള്ളത് ഏതായിരുന്നു? RPE ആയിരുന്നു. RPE എന്ന് പറയുന്നത് കൊറോയിഡ് ആയിട്ടായിരിക്കും ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുക. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെറ്റിനൽ ലെയർ വിച്ച് ആക്ട് ആസ് എ ആൻറ്റി റിഫ്ലെക്സീവ് ലെയർ. റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയം. റെറ്റിനൽ പിഗ്മെൻറ്റ് എപ്പിത്തീലിയത്തിനെയാണ് ആൻറ്റി റിഫ്ലെക്സീവ് ലെയർ എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, തിക്കൻഡ് ഔട്ടർ പ്ലെക്സിഫോം ലെയർ ഇൻ ദി ഫോവിയൽ റീജിയൻ ഈസ് നോൺ ആസ് ഹെൻലെസ് ലെയർ. ഔട്ടർ പ്ലെക്സിഫോം ലെയർ ഫോവിയൽ റീജിയനിൽ എത്തുമ്പോൾ കുറച്ച് തിക്കാവും. അവിടെ അതിനെ അറിയപ്പെടുന്നത് ഹെൻലെസ് ലെയർ എന്നാണ്. ദ സെൻസറി നെർവ് സപ്ലൈ ഓഫ് ദി ഐ ഈസ് ബൈ ദി 5th cranial നെർവ്. 5th cranial നെർവ് എന്ന് പറയുന്നത് ഏതാണ്? ട്രൈജെമിനൽ നെർവ്. ട്രൈജെമിനൽ നെർവാണ് ഐയിലേക്ക് സെൻസറി നെർവ് സപ്ലൈ കൊടുക്കുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് ക്രേനിയൽ നെർവ് ഈസ് ഓൾസോ കോൾഡ് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് എന്നറിയപ്പെടുന്നത് സെക്കൻഡ് ക്രേനിയൽ നെർവാണ്. ഒപ്റ്റിക് നെർവ് ആക്സോൺസ് എമർജസ് ഫ്രം ഗാംഗ്ലിയോൺ സെൽസ്. നമ്മുടെ റെറ്റിനയുടെ 8ാമത്തെ ലെയറാണ് ഗാംഗ്ലിയോൺ സെൽ ലെയർ. ഈ ഗാംഗ്ലിയോൺ സെൽ ലെയറിൽ ഗാംഗ്ലിയോൺ സെൽസിൻ്റെ സെൽ ബോഡീസും അതുപോലെ ന്യൂക്ലിയസൊക്കെയാണ് കാണുന്നത്. അതിൻ്റെ ആക്സോൺസ് കൂടിച്ചേർന്നിട്ടാണ് അടുത്ത ലെയറായിട്ടുള്ള നെർവ് ഫൈബർ ലെയർ ഫോം ചെയ്യുന്നത്. ഈ നെർവ് ഫൈബർ ലെയറാണ് പിന്നീട് ഒപ്റ്റിക് നെർവായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഓഫ് വിഷ്വൽ പാത്വേ ആർ ബൈപോളാർ സെൽസ്. ബൈപോളാർ സെൽസാണ് വിഷ്വൽ പാത്വേയിലെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് എന്നറിയപ്പെടുന്നത്. സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഓഫ് വിഷ്വൽ പാത്വേ ആർ ഗാംഗ്ലിയോൺ സെൽസ്. വിഷ്വൽ പാത്വേയിലെ സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ സെൽസ് ആണ്. ഈ ഗാംഗ്ലിയോൺ സെൽസിന് പകരം ചിലപ്പോൾ ഒപ്റ്റിക് നെർവ് എന്നും ചിലപ്പോൾ ഉണ്ടായേക്കാം. കാരണം എന്താണ്? ഈ ഗാംഗ്ലിയോൺ സെൽസിൻ്റെ ആക്സോൺസ് ആണ് പിന്നീട് ഒപ്റ്റിക് നെർവായിട്ട് മാറുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ ഗാംഗ്ലിയോൺ സെൽസ് കണ്ടിട്ടില്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് ഉണ്ടെങ്കിൽ അതാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ബൈപോളാർ സെൽസ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ സെൽസ് ആണ്. തേർഡ് ഓർഡർ ന്യൂറോൺസും കൂടെ ഉണ്ട്. തേർഡ് ഓർഡർ ന്യൂറോൺസ് എന്നറിയപ്പെടുന്നത് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിലെ ന്യൂറോൺസിനെയാണ്. ന്യൂറോൺസ് ഓഫ് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, ഇതിനെയാണ് നമ്മൾ തേർഡ് ഓർഡർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ലെങ്ത് ഓഫ് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 cm ആണ്. 5 cm അല്ലെങ്കിൽ 50 mm എന്നും പറയാം. ഒപ്റ്റിക് നെർവിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് 5 cm എന്ന് പറയുന്നത്. നമ്മൾ ഒപ്റ്റിക് നെർവ് ഐന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രെയിനിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിന് ഒരുപാട് പാത്തുകളുണ്ട്. അതായത് ഐൻ്റെ ഉള്ളിലുള്ള പാർട്ട് ഇൻട്രാ ഓക്കുലാർ പാർട്ട് എന്ന് പറയും. പിന്നെ ഇൻട്രാ ഓർബിറ്റൽ പാർട്ട് ഉണ്ട്. പിന്നെ ഇൻട്രാ കനാലിക്കുലാർ പാർട്ട് ഉണ്ട്. പിന്നെ ഇൻട്രാ ക്രേനിയൽ പാർട്ട് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിൽ ടോട്ടൽ ലെങ്ത് ചോദിച്ചാൽ 5 cm എന്ന് പറയണം. ചിലപ്പോൾ ഇൻട്രാ ഓർബിറ്റൽ പാർട്ട് എടുത്ത് ചോദിക്കും. കാരണം ഓർബിറ്റലിൻ്റെ കൂടെയുള്ള ആ ഒരു ഡിസ്റ്റൻസാണ്, ആ ഒരു ലെങ്ത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് 30 mm ആണ്. അത് നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ. അപ്പോൾ ഇൻട്രാ ഓർബിറ്റൽ ലെങ്ത്തും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. അത് 30 mm ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, nerve fibers originating from the nasal halves of the both eyes decussate at. Answer is optic chiasma. ഈ ഒപ്റ്റിക് കയാസ്മയൊക്കെ വിഷ്വൽ പാത്വേൻ്റെ കമ്പോണൻസിൽ വരുന്നതാണ്. വിഷ്വൽ പാത്വേ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ റെറ്റിനയിൽ എത്തണം. റെറ്റിനയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൻ്റെ സെൻസേഷനും കാര്യങ്ങളൊക്കെ ബ്രെയിനിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു പാത്ത് നമ്മളുടെ ഐന്ന് തുടങ്ങി നമ്മൾ ബ്രെയിനിൽ ഓക്സിപിറ്റൽ കോർട്ടെക്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ വിഷൻ്റെ ഏരിയ ആയിട്ട് പറയുന്നത്. അപ്പോൾ അവിടേക്ക് ഇത് എത്തണം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു പാത്തിനെയാണ് നമ്മൾ വിഷ്വൽ പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷ്വൽ പാത്വേയുടെ കമ്പോണൻസും കൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് ഒപ്റ്റിക് നെർവ്. നമ്മുടെ കണ്ണിന്ന് റെറ്റിനയുടെ ബാക്കിൽ നിന്ന് ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് ഒപ്റ്റിക് കയാസ്മ. ഒപ്റ്റിക് കയാസ്മ കഴിഞ്ഞിട്ട് ഒപ്റ്റിക് ട്രാക്റ്റ് വരും. ഒപ്റ്റിക് ട്രാക്റ്റ് കഴിഞ്ഞിട്ട് ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡി, പിന്നെ ഒപ്റ്റിക് റേഡിയേഷൻസ് ആയിട്ട് മാറും. പിന്നെ വിഷ്വൽ കോർട്ടെക്സ്. അങ്ങനെ ലാസ്റ്റാണ് വിഷ്വൽ കോർട്ടെക്സ് എത്തുന്നത്. വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഓക്സിപിറ്റൽ കോർട്ടെക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒപ്റ്റിക് കയാസ്മയിൽ വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് വരുന്ന നെർവ് ഫൈബേഴ്സ്, നേസൽ ഹാഫ്സ് ഓഫ് നെർവ് ഫൈബേഴ്സ് ക്രോസ് ചെയ്യും, ഡെക്വസേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്.
അത് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ടെമ്പറൽ ഹാഫ്സ് ഓഫ് നെർവ് ഫൈബേഴ്സ് സെയിം സൈഡിലൂടെ തന്നെ ക്രോസ് ചെയ്യാണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് റൈറ്റ് സൈഡിലുള്ള ഒപ്റ്റിക് ട്രാക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ വരുന്ന ഫൈബേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ റൈറ്റ് ഒപ്റ്റിക് ട്രാക്റ്റിലൂടെ പോകുന്നത് റൈറ്റ് ഐയിൽ നിന്നും വരുന്ന ടെമ്പറൽ ഹാഫ് ഓഫ് നെർവ് ഫൈബേഴ്സും എന്നാൽ ലെഫ്റ്റ് ഐയുടെ നേസൽ ഹാഫ്സ് ഓഫ് നെർവ് ഫൈബേഴ്സും ആയിരിക്കും ഒപ്റ്റിക് ട്രാക്കിലൂടെ റൈറ്റ് ഒപ്റ്റിക് ട്രാക്കിലൂടെ പോകുന്നുണ്ടാവുക. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക് ട്രാക്റ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബേഴ്സ് ഫ്രം ടെമ്പറൽ ഹാഫ് ഓഫ് ദി സെയിം ഐ ആൻഡ് നേസൽ ഹാഫ് ഓഫ് ദി ഓപ്പോസിറ്റ് ഐ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, ഒപ്റ്റിക് റേഡിയേഷൻ എക്സ്റ്റെൻസ് ഫ്രം. ആ പിക്ചർ നോക്കിയേ, ആലോചിച്ച് നോക്കിയേ, എവിടെ നിന്ന് എവിടം വരെയായിരുന്നു ഒപ്റ്റിക് റേഡിയേഷൻസ്? ലാറ്ററൽ ജെനിക്കുലേറ്റ് ബോഡിയിൽ നിന്ന് തുടങ്ങി വിഷ്വൽ കോർട്ടെക്സ് വരെയാണ് ഒപ്റ്റിക് റേഡിയേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ 4 റെക്ടസ് മസിൽസ് ഒറിജിനേറ്റിംഗ് ഫ്രം എ കോമൺ ടെൻഡിനസ് റിംഗ് കോൾഡ് അനുലസ് ഓഫ് സിൻ. അതായത് നമ്മുടെ 4 റെക്ടസ് മസിൽസ്, എക്സ്ട്രാ ഓക്കുലർ മസിൽസ് 6 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. അതിൽ 4 റെക്ടസ് മസിൽസും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു കോമൺ ടെൻഡിനസ് റിങ്ങിൽ നിന്നുമാണ്. അതിനെയാണ് അനുലസ് ഓഫ് സിൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ഓർബിറ്റിൻ്റെ അപ്പെക്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഓവൽ ഷേപ്പാണ്. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മീഡിയൽ റെക്ടസ് ഇൻസേർഷൻ ആൻഡ് ലിംബസ്. അതായത് നമ്മളുടെ റെക്ടസ് മസിൽസ് 4 റെക്ടസ് മസിൽസും ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെ പോയിട്ടാണ്? സ്ക്ലീറയിൽ പോയിട്ടാണ്. എല്ലാ മസിൽസും സ്ക്ലീറയുടെ സെയിം പോയിന്റിലല്ല വന്ന് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ പല പല സ്ഥലത്താണ് ഇവ ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിംബസിൽ നിന്നും ഇവ ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീഡിയൽ റെക്ടസ് ഇൻസേർഷൻ ആൻഡ് ലിംബസ് അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് 5.5 മില്ലിമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സുപ്പീരിയർ റെക്ടസ് ഇൻസേർഷൻ ആൻഡ് ലിംബസ് 7.7 മില്ലിമീറ്റർ. സുപ്പീരിയർ റെക്ടസ് ഇൻസേർഷനും ലിംബസും തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ് 7.7 മില്ലിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എക്സ്ട്രാക്കുലർ മസിൽസ് വിച്ച് വൺ ഇൻസേർട്ട് ഫാർത്തസ്റ്റ് ഫ്രം ലിംബസ്. ലിംബസിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരത്തിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ഏത് മസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇൻഫീരിയർ ഒബ്ലീക്ക് ആണ്. AK ഖുറാനയുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ എന്ന് പറയുന്ന ടെക്സ്റ്റിലുള്ള ഒരു ടേബിൾ. ഈ ഒരു ടേബിൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പരസ്പരം കമ്പാരറ്റീവ് സ്റ്റഡിയാണ് മസിൽസിൻ്റെ. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടവ ഫസ്റ്റ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്പീരിയർ ഒബ്ലീക്കിനാണ് ഏറ്റവും ലെങ്ത്ത് കൂടുതലുള്ളത്. അത് എത്രയാണ്? 60 മില്ലിമീറ്റർ ആണ്. ചിലപ്പോൾ 6 സെൻറ്റിമീറ്റർ എന്നും പറയാം. 60 മില്ലിമീറ്റർ അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ ആണ് സുപ്പീരിയർ ഒബ്ലീക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഏറ്റവും വലുത് അതായതുകൊണ്ട് തന്നെ ആ 60 എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. പിന്നെ അടുത്തതായിട്ട് വരുന്നത്, അതായത് സുപ്പീരിയർ ഒബ്ലീക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലെങ്ത്ത് കൂടുതൽ ലാറ്ററൽ റെക്ടസിനാണ്. അതായത് റെക്ടസ് മസിൽസിൽ ഏറ്റവും ലെങ്ത്ത് കൂടിയത് ഏതാണെന്ന് ചോദിച്ചാൽ റെക്ടൈകളിൽ അത് ലാറ്ററൽ റെക്ടസ് ആണ്. അതിൻ്റെ ലെങ്ത്ത് 48 മില്ലിമീറ്റർ ആണ്. ഇനി 48 എന്ന് ഓർത്തിട്ടില്ലെങ്കിലും സുപ്പീരിയർ ഒബ്ലീക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏറ്റവും വലിയത് ലാറ്ററൽ റെക്ടസ് ആണെന്നുള്ളതെങ്കിലും ഓർത്ത് വെക്കുക. അതായത് ചിലപ്പോൾ ഓപ്ഷനിൽ സുപ്പീരിയർ ഒബ്ലീക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വലിയ മസിൽ ഏതാണോ ലാറ്ററൽ റെക്ടസ് ആണല്ലോ, അപ്പോൾ അതാണ് ആൻസർ ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ഷോർട്ടസ്റ്റ് മസിൽ ഏതാണ്? ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് ഇൻഫീരിയർ ഒബ്ലീക്ക് ആണ്. ഇൻഫീരിയർ ഒബ്ലീക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 37 മില്ലിമീറ്റർ ആണ്. ഇൻഫീരിയർ ഒബ്ലീക്ക് ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടെൻഡൻ്റെ ലെങ്ത്ത് ആണ്. ടെൻഡൻ ലെങ്ത്ത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും അത് ഏറ്റവും കൂടുതൽ ഏതിനാണ്, ഏറ്റവും കുറവ് ഏതിനാണെന്ന് നോക്കുക. ടെൻഡൻ ലെങ്ത്ത് ഏറ്റവും കൂടുതൽ സുപ്പീരിയർ ഒബ്ലീക്കിനാണ്. അത് 20 മില്ലിമീറ്റർ ആണ് പറയുന്നത്. ഏറ്റവും കുറവ് ഇൻഫീരിയർ ഒബ്ലീക്കിനാണ്. അത് 1 to 2 മില്ലിമീറ്റർ ആണ്. ആ കാര്യം മാത്രം ഓർത്ത് വെക്കുക. ലെങ്ത്ത് പോലെ തന്നെ ടോട്ടൽ ലെങ്ത്ത് കൂടുതൽ സുപ്പീരിയർ ഒബ്ലീക്കിനാണല്ലോ, അപ്പോൾ ടെൻഡൻ ലെങ്ത്തും സുപ്പീരിയർ ഒബ്ലീക്കിന് തന്നെയാണ് കൂടുതൽ. ഏറ്റവും ചെറിയ മസിൽ ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞത് ഇൻഫീരിയർ ഒബ്ലീക്ക് ആണല്ലോ, അപ്പോൾ ടെൻഡൻ ലെങ്ത്തും ഏറ്റവും കുറഞ്ഞത് ഇൻഫീരിയർ ഒബ്ലീക്കിനാണ്. അത് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് മിഡ് പോയിൻ്റ് ഓഫ് ഇൻസേർഷൻ ലൈൻ ഫ്രം ലിംബസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, നമ്മളെ ഇൻസേർഷനും അത് മസിൽസിൻ്റെ ഇൻസേർഷൻ ലിംബസിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ചോദിച്ചിരുന്നില്ലേ. മിഡിൽ റെക്ടസിൻ്റെയും ചോദിച്ചു, സുപ്പീരിയർ റെക്ടസിൻ്റെയും ചോദിച്ചു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൂടെ പഠിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഓരോ വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അങ്ങനെ എടുത്ത് ചോദിക്കാറും ഉണ്ട്.
അപ്പോൾ സുപ്പീരിയർ റെക്ടസും അതുപോലെ ലിംബസിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇൻസേഷൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7.7 മില്ലിമീറ്റർ ആണ്. ഇൻഫീരിയർ റെക്ടസ് ആകുമ്പോൾ 6.5, ലാറ്ററൽ റെക്ടസ് ആകുമ്പോൾ 6.9, മീഡിയൽ റെക്ടസ് ആകുമ്പോൾ 5.5, സുപ്പീരിയർ ഒബ്ലീക്കിന് 16.3, ഇൻഫീരിയർ ഒബ്ലീക്കിന് 18.4. ഈ വാല്യൂസ് പഠിക്കാൻ പറ്റുന്നവർ അതുകൂടെ എന്തായാലും പഠിച്ചു വെക്കുക. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ, അതായത് ഇൻസേർഷൻ ലൈനിൽ നിന്നും ലിംബസിലേക്ക് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് ഏത് മസിൽസിനാണ്? ഇൻഫീരിയർ ഒബ്ലീക്കിനാണ്. ഇൻഫീരിയർ ഒബ്ലീക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിലുള്ളത്. പിന്നെ അടുത്തതായിട്ട് സുപ്പീരിയർ ഒബ്ലീക്ക്. ഇനി റെക്ടൈ മസിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് ഏതുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് സുപ്പീരിയർ റെക്ടസ് ആണ്. സുപ്പീരിയർ റെക്ടസും ലിംബസും തമ്മിലാണ്, സുപ്പീരിയർ റെക്ടസിൻ്റെ ഇൻസേർഷനും ലിംബസും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്. അത് 7.7 മില്ലിമീറ്റർ. ഏറ്റവും കുറവുള്ളത് മീഡിയൽ റെക്ടസുമായിട്ടാണ്. അത് 5.5 മില്ലിമീറ്റർ. പരസ്പരം കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക. ഓപ്ഷൻസിൽ ഇപ്പോൾ 4 എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, ഏറ്റവും കുറവ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ രീതിക്ക് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ടേബിളിൽ പറയണ ഇതിലെ ടോട്ടൽ ലെങ്ത്ത്, ടെൻഡൻ ലെങ്ത്ത്, പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ഇൻസേർഷൻ ഫ്രം ലിംബസ്, ഈ 3 കാര്യങ്ങളും നോട്ട് ചെയ്ത് നന്നായിട്ട് നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ബാക്കിയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓൺലി എക്സ്ട്രാ-ഓക്കുലർ മസിൽ വിച്ച് ഡസ് നോട്ട് അറൈസ് ഫ്രം ദി അപ്പെക്സ് ഓഫ് ഓർബിറ്റ് ഈസ് ഇൻഫീരിയർ ഒബ്ലീക്ക് മസിൽ. അതായത് ബാക്കിയുള്ള എല്ലാ മസിൽസും ഓർബിറ്റിൻ്റെ അപ്പെക്സിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇൻഫീരിയർ ഒബ്ലീക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓർബിറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുമാണ്. ഒറിജിനേറ്റ് ഫ്രം ഫ്രണ്ട് ഓഫ് ഓർബിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെൻഡൻസ് ഓഫ് ഓൾ എക്സ്ട്രാ-ഓക്കുലർ മസിൽസ് അറ്റാച്ച് ടു സ്ക്ലീറ. എല്ലാ എക്സ്ട്രാ-ഓക്കുലർ മസിൽസിൻ്റെയും ടെൻഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ക്ലീറയായിട്ടാണ്. നെക്സ്റ്റ്, വിച്ച് എക്സ്ട്രാ-ഓക്കുലർ മസിൽ ഹാവ് ഷോർട്ടസ്റ്റ് ടെൻഡൻ. അപ്പം നമ്മൾ നേരത്തെ ടേബിൾ നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു ഏറ്റവും ഷോർട്ടസ്റ്റ് ടെൻഡൻ ഉള്ളതും അതുപോലെ ഷോർട്ടസ്റ്റ് ലെങ്ത് ആയിട്ടുള്ളതും ഒക്കെ ഇൻഫീരിയർ ഒബ്ലീക്ക് ആണെന്ന് പറഞ്ഞിരുന്നു. നെക്സ്റ്റ്, വിച്ച് എക്സ്ട്രാ-ഓക്കുലർ മസിൽസ് ഈസ് ദി ലോങ്ങസ്റ്റ് ആൻഡ് തിന്നസ്റ്റ്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തിന്നസ്റ്റ് ആയിട്ടുള്ള എക്സ്ട്രാ-ഓക്കുലർ മസിൽ എന്ന് പറയുന്നത് സുപ്പീരിയർ ഒബ്ലീക്ക് ആണ്. എത്രയായിരുന്നു അതിൻ്റെ ലെങ്ത് പറഞ്ഞത്? 60 മില്ലിമീറ്റർ ആയിരുന്നു സുപ്പീരിയർ ഒബ്ലീക്കിൻ്റെ ടോട്ടൽ ലെങ്ത് പറഞ്ഞത്. ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റും അതുപോലെ തിന്നസ്റ്റും ആയിട്ടുള്ള എക്സ്ട്രാ-ഓക്കുലർ മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി ഈ അനാട്ടമിയുടെ ഭാഗത്തു നിന്നും 1-2 ക്ലാസ്സും കൂടെ ഉണ്ടാവുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്കൊരു മോക്ക് ടെസ്റ്റും കൂടെ വെക്കാം. മോക്ക് ടെസ്റ്റ് വെക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ടെക്സ്റ്റും കൂടെ വായിച്ചിട്ട് വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. അതും നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് തീർക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.